നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യം പലർക്കും അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും. ഇതൊരു ചോദ്യമായിട്ട് വന്നതാണ്. പുഷ്പലത എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. കുറച്ച് വലിയ ചോദ്യമാണ് കേട്ടോ. ആ വലിപ്പം കണ്ടിട്ട് നോക്കാതെ പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കുടുംബത്തിൽ ഇത് പലർക്കും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്യാം എന്ന്, ഇത് തന്നെ ടൈറ്റിലാക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരികയാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷം വരികയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സംഭവങ്ങളും ഒപ്പം ഉണ്ടാകും. അതായത് അതിനൊരു മുടക്കം വരിക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷകരമായിട്ട് എല്ലാവരും നന്നായി ആഘോഷിക്കേണ്ട ആ ഒരു ദിവസം, അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങളിലെ ദുഃഖം കാരണം അത് നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയാതെ വരിക, അങ്ങനെയുള്ള ഒരു അവസ്ഥ. ഇതേപോലെ തന്നെ വഴക്കുകൾ ഉണ്ടായാലും മതി, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായാലും മതി, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അങ്ങനെയുള്ള നല്ല ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പം എന്തായി, ആ കുടുംബത്തിലുള്ളവരുടെ സമാധാനം പോയി, സന്തോഷങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതേപോലെ തന്നെ പലർക്കും വേറെ വിഷയങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള ഉത്സവങ്ങൾ, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുകയാണ്, ഒരു യാത്ര പോകണം, ഒരു ടൂർ പോകുകയാണ്. അതിപ്പോൾ ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിക്കോട്ടെ, ഒരു ക്ഷേത്രത്തിൽ, ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകുക എന്നായിക്കോട്ടെ. ആ യാത്രയ്ക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടാകും. അത് സന്തോഷത്തോട് കൂടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പം എന്തെങ്കിലും മുടക്കങ്ങൾ വരിക, അല്ലെങ്കിൽ മുടക്കം വന്നില്ലെങ്കിലും കൂടിയിട്ട് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുക. ഇപ്പോൾ വിഷമിച്ചുകൊണ്ട് ആ ഒരു യാത്ര തുടങ്ങേണ്ട അവസ്ഥ വരിക. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഓണം, വിഷു പോലെയുള്ള വിശേഷ ദിവസങ്ങൾ, അന്ന് എല്ലാവരും കൂടി നല്ല സന്തോഷത്തോടെ ഇരുന്നിട്ട് പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് ഊണൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ട അങ്ങനെ ഒരു ദിവസമാണല്ലോ, സന്തോഷകരമായിട്ട് ആഘോഷിക്കേണ്ട ദിവസങ്ങളാണ്. അപ്പം അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരാളൊന്ന് തിരിഞ്ഞു നോക്കും, ഞാൻ ഇപ്പോൾ കഴിക്കണില്ല എന്ന് പറയും. അതാരെങ്കിലും ആയിക്കോട്ടെ, അവിടുത്തെ അതായത് ഗൃഹനാഥനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി, ആ വീട്ടിലുള്ള ഒരു അംഗം ഒന്ന് തിരിഞ്ഞു നിന്നാൽ മതി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എന്താ കഴിക്കാൻ വരാതെന്നൊക്കെ ചോദിച്ചിട്ട് ക്രമേണ ചിലപ്പോൾ അതൊരു വലിയ വഴക്കിലേക്ക് ആകാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ സമാധാനം പോയി, അവർക്ക് വിഷമായി. അപ്പോൾ സന്തോഷത്തോട് കൂടി ഇരുന്നിട്ട് അന്നൂണ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് സന്തോഷം വരികയാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ദുഃഖം ഒപ്പം തന്നെ വരും. അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ ചേച്ചിക്കും അവർക്കിപ്പോൾ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നല്ലോ, എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു തട്ടകത്തും ഉത്സവമാണ്. അപ്പോൾ ബന്ധുക്കളെ എല്ലാവരെയും വിളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ തന്നെ ഒരു സഹോദരിക്ക് ഒരു അപകടം പറ്റി, ഒരു മേജർ സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നോക്കൂ, അവിടെ പിന്നെയും ഒരു തടസ്സം. അതായത് സന്തോഷകരമായിട്ട് ആ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കാത്തതുപോലെയുള്ള ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എന്താണ് അതിൻ്റെ പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് പലർക്കും അനുഭവത്തിൽ ഉള്ള കാര്യം തന്നെ ആയിരിക്കും. എൻ്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് വിശേഷ ദിവസങ്ങൾ വരാനായിട്ട് ഇഷ്ടമില്ലാന്ന്, പേടിയാണെന്ന്, കാരണം വഴക്കുണ്ടാകുന്ന ഉറപ്പാണ്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് അവരത് പറയണത്. അപ്പോൾ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ പലയിടത്തുമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്താണ് അതിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരങ്ങൾ പറയാം. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ ഒന്ന് കാണാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചോളൂ, എന്നിട്ട് ഭഗവാനെ നന്നായിട്ടൊന്ന് ധ്യാനിച്ചോളൂ കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച് ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാതിൽമാടത്തിന് മുൻപിൽ നിൽക്കുകയാണ്. പതുക്കെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാന്റെ മധുരമായിട്ടുള്ള ഓടക്കുഴൽ നാദം അവിടെ ആകെ ഇങ്ങനെ പരക്കുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു സുഖം അതിലിങ്ങനെ ലയിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് തന്നെ കേട്ടോ. മറ്റൊന്നും നമുക്ക് അവിടെ കാണാനായിട്ടും സാധിക്കണില്ല. ആ ശൈലകത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം അണിഞ്ഞൊരുങ്ങിയിട്ട് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന സുന്ദരനായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ, ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് ഓടക്കുഴൽ വിളിക്കുകയാണ്. ഭഗവാന് പ്രിയപ്പെട്ട എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട്.
അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു സുന്ദര സംഗീതത്തിൻ്റെ ആ ഒരു മാസ്മരികതയിൽ ഇങ്ങനെ സ്വയം മുഴുകിയിട്ട് ഭഗവാന് മുന്നിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ, നമ്മൾ എന്തൊക്കെയാണ് ഭഗവാന് നൽകാനായിട്ട് കൊണ്ടുവന്നതെന്നോ, എന്തൊക്കെയാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകളായിട്ട് വന്നിരിക്കുന്നതെന്നോ ഒന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ സമർപ്പിക്കണമല്ലോ ഭഗവാന് മുന്നിലെ എന്നൊന്നും ചിന്തിക്കാനായിട്ട് പോലും പറ്റാത്ത ആ ഒരു അവസ്ഥ. അത്രയേറെ ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ എല്ലായിടത്തും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടില്ല എല്ലാവർക്കും ഇതേ അനുഭവമാണ് ഉള്ളത്. അതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളെ പോലും നമുക്ക് മനസ്സിലാകാത്ത എല്ലാവരുടെ മനസ്സിലും ഭഗവാൻ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥ. അങ്ങനെ നിന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേഗം തൊഴുതു മാറുമെന്നോ ഒരാളും നമ്മുടെ അടുത്ത് പറയുന്നില്ല. നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ചിരിക്കുന്ന ആ ഒരു മുഖം നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടില്ല ഭഗവാന്റെ ആ പീലി തിരുമുടിയൊക്കെ ആയിട്ട് നന്നായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് നല്ല സന്തോഷവാനായിട്ട് പുഞ്ചിരി തൂകുന്ന രണ്ട് കുഞ്ഞിക്കൈകൾ കൊണ്ടും പൊന്നോടക്കുള്ളിലെടുത്ത് ചുണ്ടോട് ചേർത്ത് വേണുനാദം പൊഴിക്കുന്ന ഭഗവാന്റെ പട്ടുകോണമൊക്കെ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു രൂപം, കുഞ്ഞിക്കാലുകളൊക്കെ പിണച്ച് വെച്ച് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മകനായിട്ട് കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ എൻ്റെ കൂടെ പോന്നോളൂ കേട്ടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഓടി വരുന്ന ഉണ്ണിക്കുട്ടനായിട്ട് അത്രയും നമ്മുടെ അടുപ്പമുള്ള ഒരു ഭഗവാനായിട്ട് നിൽക്കുന്ന ആ ഉണ്ണിയുടെ രൂപം നന്നായി മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നന്നായിട്ട് ഭഗവാനെ കാണുക, ഭഗവാന്റെ ആ ഒരു സുന്ദര സംഗീതം ഒന്ന് കേൾക്കുക. അത്രയേ ചെയ്യണ്ടു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ അത്രയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറൊന്നും നമ്മുടെ ഒരാളുടെ മനസ്സിലേക്കും വരികയേ ചെയ്യില്ല. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ കണ്ടോളൂ. അവിടുന്ന് കുറച്ച് നീങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ സന്തോഷങ്ങളാണെങ്കിലും പങ്കുവെക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ആ ഒരു സുന്ദര സംഗീതം അനുഭവിച്ചു എന്ന് തന്നെ കരുതാണ് കേട്ടോ. ഇനി കണ്ടു തുറന്നോളൂ. ഭഗവാന്റെ ആ ഒരു രൂപം ഒന്നുകൂടെ മനസ്സിൽ നന്നായിട്ട് വരുത്തിയതിന് ശേഷം തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം കേട്ടോ. അതായത് വീടുകളിൽ എന്ത് ശുഭകാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുകയാണെങ്കിലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ സംഭവിക്കും, സങ്കടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നമ്മൾ അറിയണം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഒരു കാരണം അറിഞ്ഞാലേ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുക. ഈ പ്രശ്നങ്ങൾ എത്രത്തോളം വഷളാണ് അല്ലെങ്കിൽ എത്രത്തോളം വലുതാണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അപ്പോൾ അതിനെ എന്തൊക്കെ ചെയ്താലാണ് മാറുക, അപ്പോൾ ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിനെയും നെഗറ്റീവായിട്ട് സമീപിക്കാതിരിക്കുക. എന്ത് തന്നാലും എന്ത് കാര്യം കിട്ടി, ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്, അപ്പോൾ രണ്ട് പേരെടുത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇതിൽ പകുതിയേ വെള്ളമുള്ളൂ, മറ്റൊരാൾ ചോദിച്ചു പറഞ്ഞു ഇതിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. ഈ രണ്ട് പറയലിനും വ്യത്യാസമുണ്ട്. ഒരാൾ നെഗറ്റീവായിട്ടാണ് പറഞ്ഞു ഇതിൽ പകുതിയല്ലേ ഉള്ളൂ എന്നുള്ളത്, ബാക്കി മുഴുവൻ ഇല്ലല്ലോ എന്നുള്ള ഒരു ധ്വനിയാണ് വരിക. അടുത്ത ആൾ പറഞ്ഞപ്പോഴോ പകുതിയെങ്കിലും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് അടുത്ത ആൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനെയും പോസിറ്റീവായിട്ട് വേണം നമ്മൾ സമീപിക്കാനായിട്ട്. ഭഗവാൻ എന്തെങ്കിലും ഇതൊക്കെ ദോഷം അല്ലെങ്കിൽ ദുഃഖമായിട്ട് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ഇങ്ങേപ്പുറത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഭഗവാൻ നൽകിയല്ലോ, ഇന്ന അനുഗ്രഹം ഭഗവാൻ നൽകി അനുഗ്രഹിച്ചല്ലോ, അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കും. അതാ പറഞ്ഞത് എത്രത്തോളം കാഠിന്യമുള്ളതാണ് ഈ ദോഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളെന്ന് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം എന്തും ചെയ്യാനായിട്ട്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം തുടങ്ങാനായിട്ട് പോകുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറയാം, ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളാണ്. ആ സംശയമുള്ളവർ മാത്രമാണ് അത് ഏൽപ്പിക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തവർ മാത്രമാണ് ഏൽപ്പിക്കാതിരിക്കുള്ളൂ. അറിയുന്നവർ എന്ത് ചെയ്യും? ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഭഗവാനെ, അതൊക്കെ നല്ലതുപോലെ അതായത് നമുക്ക് അനുകൂലമാകണേ, ആ ഭഗവാന്റെ തീരുമാനങ്ങൾ നമുക്ക് അനുകൂലമാകണേ, അങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെക്കുറിച്ചുള്ള യാതൊരു ടെൻഷനും ഉണ്ടായിരിക്കില്ല, ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള എത്രയോ പേരുണ്ടെന്നറിയോ. അപ്പം അങ്ങനെ വേണം ചെയ്യാനായിട്ട്. എന്ത് കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ടൂർ പോകുന്ന കാര്യം തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ അങ്ങനെ ആഘോഷങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്,
അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആഘോഷം തന്നെയായിട്ടിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സന്തോഷമൊക്കെ പോയില്ലേ. അപ്പോൾ എന്ത് വേണം, ആ ദുഃഖങ്ങളൊന്നും വരാതിരിക്കാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെയാണ് ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുടുംബപരമായിട്ട് ചിലർക്കൊക്കെ, അതായത് കുലദേവത, പരദേവത അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ദേവതകൾ ചിലപ്പോൾ അവിടെ പൂജകളൊക്കെ മുടങ്ങി കിടക്കുക, അല്ലെങ്കിൽ ചിലർക്ക് ഈ കുടുംബക്ഷേത്രങ്ങൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സൂചനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കിക്കാന്നൊക്കെ പറയും. ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് നോക്കിക്കുമ്പോഴൊക്കെയാണ് അവർ പറയുക, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, നിങ്ങളുടെ കുടുംബക്ഷേത്രമാണ്, അവിടെ പോയിട്ട് യഥാവിധി വഴിപാടുകളൊക്കെ ചെയ്യണം, അപ്പോൾ ഇതൊക്കെ നേരെയാകുമെന്ന് പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുടങ്ങി കിടക്കുക, അവിടുത്തെ വഴിപാടുകളൊക്കെ മുടങ്ങിയിട്ട് ആ ക്ഷേത്രമൊക്കെ ക്ഷയിച്ചു പോകുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും നമുക്ക് അനുകൂലമായിട്ട് വരില്ല. അപ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും അങ്ങനെയൊക്കെയാണ് കാണും. ഇതിനെ ദുരിതങ്ങൾ എന്നാ പറയുക. അതായത് നമ്മളായിട്ട് ചെയ്തു വെച്ചതൊന്നും ആയിരിക്കില്ല, പൂർവികര്, അപ്പോൾ മുത്തശ്ശന്മാരോ അതിനെ കുറച്ചങ്ങോട്ട് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാകുള്ളൂ. യഥാർത്ഥ കാരണം ചിലപ്പോൾ അതിൻ്റെ റൂട്ട് കിടക്കുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഈ തലമുറയിലുള്ളവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അന്ന് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മോശപ്രവൃത്തികൾ കാരണം കൊണ്ട് അത് അടുത്ത തലമുറയിലേക്ക് ദുരിതമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് എന്ത് സന്തോഷങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുകയാണെങ്കിലും അപ്പോൾ അവിടെ ഒരു സങ്കടം വരണത്. ഇനിയിപ്പോൾ പൂർവികർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രമായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ തന്നെ മുജ്ജന്മ പാപങ്ങളായിരിക്കാം. മുജ്ജന്മം എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലുള്ള ജന്മത്തെ ആയിരിക്കണം എന്നില്ല, എത്രയോ ജന്മം ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും എടുത്തിട്ടുണ്ടായിരിക്കും. ആ ജന്മങ്ങളിലൊക്കെ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചതിന് ശേഷമല്ലേ നമുക്ക് മരണപ്പെടാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുള്ളൂ. അപ്പോൾ ഈ ജന്മത്തിലെ മോക്ഷം ലഭിക്കാനുള്ള മാർഗങ്ങളൊക്കെ മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അതൊന്നും സാധിക്കാഞ്ഞിട്ടുണ്ടായിരിക്കും. ജനിക്കുമ്പോൾ തന്നെ ഈ പാപങ്ങളുടെ ഒരു കിഴിയുമായിട്ടാണ് വരുന്നത്, പാപങ്ങളുടെ ഒരു സഞ്ചിയായിട്ടാണ് വരിക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആ പാപഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഈ തലമുറയിലെ ദുരിതങ്ങളായിട്ടാണ് കാണുക. ദുരിതങ്ങൾ എന്ന് തന്നെയാണ് അവർ പറഞ്ഞു തരിക. അപ്പോൾ അതിനെ പ്രതിവിധികൾ ചെയ്താൽ മാത്രമേ ഇതൊക്കെ മാറുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ജ്യോത്സ്യരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയുന്നവർ പറയണം കേട്ടോ. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവർ അവർ കറക്റ്റായിട്ട് പറയും. അതിനുള്ള വകുപ്പുകൾ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്, കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരും. ഇന്ന ദിക്കിലാണെന്നും ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്ന പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ അത് വന്നാലേ മാറുള്ളൂ എന്നും കൂടെ പറഞ്ഞു തരും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറേണ്ടതാണ്. അപ്പോൾ ആദ്യം കാരണങ്ങൾ എന്താണെന്ന് നോക്കി കണ്ടെത്തണം, എന്നിട്ട് വേണം അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളായിരിക്കും. അതായത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതറിയാവുന്ന ഒരാളെ കൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ വീട് പൊളിച്ചു മാറ്റണം എന്നല്ല കേട്ടോ പറയണത്. ഇപ്പോൾ വീടാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അതൊക്കെ നോക്കി അറിയുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് അനുകൂലത്തിലാണോ അത് വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെയുള്ള താമസം നമുക്ക് നല്ലതാണോ ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്ന ധാരാളം പേരുണ്ട് കേട്ടോ. കാരണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും പോയി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചില എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെ അറിയാവുന്നവർ ചെയ്യുകയാണെങ്കിൽ ആ ദോഷങ്ങളൊക്കെ അപ്പാടെ മാറിക്കിട്ടും. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഇപ്പോൾ ആ വീടിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ടും ആയിരിക്കാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിന് ശേഷമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ജ്യോത്സ്യനെ കാണണം, അല്ലെങ്കിൽ അങ്ങനെ അറിവുള്ളവരടുത്ത് ചോദിക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയണത്, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വിശേഷ ദിവസം വരികയാണ്, അപ്പോൾ വഴക്കുണ്ടാവുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലായിരിക്കും അതിനെ സമീപിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടല്ലോ, ഇത് മാറ്റണം. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ ശുദ്ധീകരിക്കുക. നല്ലതേ വരുള്ളൂ, നല്ലതേ സംഭവിക്കുള്ളൂ, അങ്ങനെ തിങ്ക് പോസിറ്റീവ് എന്ന് പറയില്ലേ, അങ്ങനെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും അത് വരാത്തവരുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിനെ ഒരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സപ്തശുദ്ധി അഭിഷേകമൊക്കെ നടത്താവുന്നതാണ് കേട്ടോ. കാരണം എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നും കൂടെ ഒപ്പം ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ അത് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞല്ലോ, അത് നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല. അങ്ങനെ ഒരു മനഃശാസ്ത്രം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ സപ്തശുദ്ധി അഭിഷേകമൊക്കെ നടത്താവുന്നതാണ്. പിന്നെ ഇപ്പോൾ
വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ വഴക്കൊക്കെ പതിവാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വഴക്കുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വരില്ലേ, അപ്പോഴൊക്കെയാണ് കൂടുതൽ മനസ്സിലാകുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അല്ലെങ്കിൽ ഇയാൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല, അപ്പോൾ ആൾക്ക് ദേഷ്യം വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസമാണ്, നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും, അത് കുറേ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് സ്ത്രീകളൊക്കെ ആണെങ്കിലോ അവർക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്ത് അവസാനിപ്പിക്കാനുണ്ടായിരിക്കും, വീട്ടുജോലികൾ, കുട്ടികളെ ഒരുക്കി അങ്ങനെ ഇങ്ങനെ ഒരു ധൃതി ഉണ്ടായിരിക്കും. പുരുഷന്മാർക്കാണെങ്കിലും ചിലപ്പോൾ അവരുടേതായിട്ടുള്ള അവർക്കിപ്പോൾ വീട്ടു കാര്യങ്ങളിൽ വലുതായിട്ടൊന്നും ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അവരും ചിലപ്പോൾ ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ തിരക്കിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ചെറിയ കാര്യമായിരിക്കും, അതാണ് വലുതാകുക. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ശരിക്കും വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ഒത്തുപോകാനായിട്ട്. അപ്പോൾ അതിന് ഈ കുടുംബത്തിലുള്ള ആ അംഗങ്ങൾ തമ്മിലൊരു ഐക്യം ഉണ്ടായിരിക്കണം. ഈ ഐക്യം ഉണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാകാനായിട്ട് സാധിക്കും. എന്താണ് ആൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലാകും. അത് എന്ത് വേണം, ഈ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐക്യമത്യ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ, ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും ഐക്യമത്യ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ ഒരു അനുഗ്രഹം, ആ ഒരു ഐക്യം ഉണ്ടാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി അവിടെ വരും. അപ്പോൾ ക്രമേണ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് ആ ഒരു ഐക്യം ഉണ്ടാകാനായിട്ടും കൂടെ സാധിക്കും. ഇതൊക്കെയാണ് സാധാരണ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ട് അതിനെ പരിഹരിക്കുകയാണ് വേണ്ടത്, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം എല്ലാവർക്കും എല്ലായ്പ്പോഴും എന്ത് പ്രശ്നത്തിനും നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒന്നാണ് നാമജപം. നാമജപത്തിൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ മഹാത്മ്യം അത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും അത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അത് ആരും ചെയ്യാത്തതും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തേടി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താലാണാവോ ശരിയാവോ എന്ന് പറഞ്ഞിട്ട് പലതിൻ്റെയും പുറകെ പോകും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള കാര്യം നാമജപമാണ്, അതാരും ചെയ്യില്ല. അപ്പോൾ നാമജപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ചെയ്തവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. സാധിക്കുന്ന അത്ര നാമം ജപിക്കുക. നാമം ജപിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും പോകും, പാപങ്ങളെ കഴുകി കളയും എന്നാണ് പറയുക. അതാണ് നാമജപത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഏകാദശിയൊക്കെ നോക്കുമ്പോൾ ഏകാദശിയുടെ മഹാത്മ്യ കഥയൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, എല്ലാ ഏകാദശിയും ഇത് തന്നെ, എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെ എല്ലാം മാറ്റുന്ന ഏകാദശിയാണെന്ന് പറഞ്ഞിട്ടാണ് ആ കഥകളൊക്കെ പറയാറുള്ളത്. അപ്പോൾ ആ പാപങ്ങളൊക്കെ മാറ്റാനായിട്ട് നാമജപം, ഭഗവാനെ സേവിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കുറവ് വരും, നമ്മുടെയൊക്കെ നിയന്ത്രണത്തിലാകും. എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോഴും ഭഗവാനിലെ സമർപ്പിക്കാം. ഭഗവാനെ ഇന്ന കാര്യം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, ഭഗവാന്റെ അനുവാദം വാങ്ങുക എന്ന് മാത്രമല്ല കേട്ടോ, അത് പരിപൂർണമായിട്ട് ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കാം. നീ തന്നെ നോക്കി നിർത്തിക്കോളൂ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കേമമായിട്ട് ഭഗവാൻ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ എന്താ പറയുക, ലീഡർ എന്ന് പറയില്ലേ, അതിൻ്റെ ആ ഒരു സാരഥി അത് ഭഗവാനാണ്. അതാണ് ഭഗവാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ടെൻഷൻ ആകണ്ട. ഭഗവാനോട് കൂടിയിട്ട് എന്തും ഭഗവാനോട് ചോദിച്ചിട്ട് എന്തും ഭഗവാനിൽ സമർപ്പിച്ചിട്ട് എല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിഷമങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ഇത് അറിവുള്ളവർ, ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മളേക്കാൾ പ്രായമുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ശിഖ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. മകന് 3 വയസ്സായി എന്ന് പറയുന്നു. അപ്പോൾ ഫോണൊക്കെ നോക്കിയിട്ട് സ്ക്രീൻ ടൈം ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സംസാരം കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എന്ത് വഴിപാടാണ് ഭഗവാന് സമർപ്പിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ നന്നായി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെക്കൊണ്ട് നാക്കും നാരായവും എടുത്ത് സമർപ്പിക്കുക എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നാക്കും നാരായമൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. ഇവിടെ തന്നെ ആൾരൂപമൊക്കെ ഉണ്ടല്ലോ, അവിടെ നാരായണിയുണ്ട്, നാക്കുണ്ട്, അതൊക്കെ എടുത്തിട്ട് സമർപ്പിക്കുക. നാരായണിയൊക്കെ നന്നായി വായിക്കാനുള്ള തരത്തിലേക്ക്, ഉറക്കെ വായിക്കാനുള്ള തരത്തിലേക്ക് ആക്കി തരണേ ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണത്. അങ്ങനെയാണ് സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെയും ആ ഒരു പ്രാർത്ഥനകൾ പോലെ പിന്നെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം, അതിലൊന്നും വിരോധമില്ല. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നും കൂടെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
ഇനിയിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ഫുൾ വീഡിയോ തന്നെ ആയിട്ട് വരാം. പിന്നെ കൂടുതൽ പേരും ചോദിക്കുന്നതേ, ഞാൻ പറഞ്ഞല്ലോ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ഈ സംസാരത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടൊക്കെയാണ് കൊണ്ടുവരാനായിട്ടൊരു മടിയൊക്കെ ഉള്ളത് കേട്ടോ, ഇങ്ങനെ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വരാം എന്നും വിചാരിക്കുകയാണ്. അപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അതിനുള്ള മറുപടികളൊക്കെ ആയിട്ട് ഇന്നത്തെ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.